അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ ലഗേജ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ഹാജിക്കും ഹജ്ജ് കമ്മിറ്റി അനുവദിച്ചിരിക്കുന്നത് പരമാവധി 20 കിലോ ഉൾക്കൊള്ളുന്ന 2 ബാഗുകളാണ് ലഗേജായിട്ട് നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ 7 കിലോയുള്ള ഒരു ഹാൻഡ് ബാഗേജും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ളത് മാത്രമാണ്. നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണമെന്നില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതി. ഇനി ഇത് ഏത് രീതിയിലുള്ള ബാഗുകളാണ് നമ്മൾക്ക് ലഗേജും ഹാൻഡ് ബാഗേജും ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക? നമ്മളെ സൂട്ട് കേസ് പറ്റും, ട്രോളി ബാഗ് പറ്റും, അതുപോലെ തന്നെ എയർ ബാഗ് പറ്റും. ഇത് അല്ലാതെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കാർഡ്ബോർഡ് പെട്ടിയോ അതല്ലെങ്കിൽ ചാക്കിൽ ഒന്നിച്ച് കെട്ടിയിട്ട് അല്ലെങ്കിൽ തുണിയിൽ ഒന്നിച്ച് കെട്ടിയിട്ട് കയറുകൊണ്ട് കെട്ടുക, അതൊന്നും വിമാന കമ്പനികൾ അനുവദിക്കുന്നില്ല. ഇനി ലഗേജ് ഉള്ള ട്രോളി ബാഗ് ആണെങ്കിലും അതുപോലെ തന്നെ സൂട്ട് കേസ് ആണെങ്കിലും എയർ ബാഗ് ആണെങ്കിലും ഹജ്ജ് കമ്മിറ്റി നമ്മൾക്ക് ഓരോ ഹാജിക്കും നൽകുന്ന ഇതുപോലെയുള്ള സ്റ്റിക്കർ ഉണ്ടാവും. 3 സ്റ്റിക്കറാണ് ഒരു ഹാജിക്ക് ഹജ്ജ് കമ്മിറ്റി നൽകുക. ഇത് നമ്മളടുത്ത് എത്ര ബാഗുണ്ടോ ആ ബാഗുകളിൽ, അതായത് 3 ബാഗാണെങ്കിൽ 3 എണ്ണം ഓരോ ബാഗിലായിട്ട് തുന്നി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുകയോ ചെയ്യണം. 2 എണ്ണം ഉള്ളുവെങ്കിൽ 2 എണ്ണത്തിൽ ഒട്ടിക്കണം. ഇതില് അവനവന്റെ കവർ നമ്പറും അതുപോലെ തന്നെ പേരും പിന്നെ ബിൽഡിംഗ് നമ്പറും റൂം നമ്പറും എഴുതാനുള്ള സ്ഥലവും അതിലുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ ലഗേജ് എങ്ങാനും മാറിപ്പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ലഗേജിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. നിർബന്ധമായിട്ട് നമ്മൾ ലഗേജിൽ നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ഒന്ന് തരംതിരിക്കുക. എന്തൊക്കെയാണ് നമ്മൾക്ക് കൊണ്ടുപോകണം? നമ്മൾക്ക് നമ്മളുടെ ഒരു 3-4 ജോഡി ഡ്രസ്സ് വേണം. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിനൊരു പ്രത്യേക വേഷമാണ്. അതായത് ഒരു തുണി ഉടുക്കാനും ഒരു മുണ്ട് പുതക്കാനും അത് 2-3 ജോഡി അത് വേണം. അതുപോലെ തന്നെ ചെരുപ്പ് ഒരു ജോഡി എക്സ്ട്രാ വേണം. കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾ അത് ഒരു ജോഡി ഒരു കണ്ണട എക്സ്ട്രാ നമ്മൾ കരുതണം. അതുപോലെ തന്നെ നമ്മൾ നിത്യമായിട്ട് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ 60 ദിവസത്തേക്കുള്ള മരുന്ന് നമ്മൾ കരുതണം. അതിന് ഡോക്ടറുടെ ചീട്ടും അതിൻ്റെ കൂടെ വേണം. പിന്നെ കൂടാതെ നമ്മൾ ഒരു വിരിപ്പ് കരുതുക. അതുപോലെ തന്നെ തോർത്ത്, കൈലിമുണ്ട്, ബ്രഷ്, പേസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ. പിന്നെ വേണ്ടത് ഒരു കത്തി, ചെറിയൊരു കത്തി, അതുപോലെ തന്നെ കത്രിക, അതുപോലെ തന്നെ നെയിൽ കട്ടർ, പിന്ന്, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കയറ്, അത് അവിടെ അയകെട്ടാനാണ്, ഷേവിങ് സെറ്റ്, ബ്ലേഡ്, ഇതുപോലെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മൾക്ക് യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവലോസ് പൊടി, ഡ്രൈ ഫ്രൂട്ട് പോലെയുള്ള സാധനങ്ങൾ. കൂടാതെ നമ്മൾ സാധാരണയായിട്ട് ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാടൻ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചുക്കും കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു പൊടി, അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ, നമ്മൾക്ക് കഴിക്കാനുള്ള പ്ലേറ്റ്, ഗ്ലാസ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതെല്ലാം അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് ഒരു തൂക്കുപാത്രം. അതായത് നമ്മൾക്ക് മിനായിലൊക്കെ കഞ്ഞി സപ്ലൈ ചെയ്യുന്നുണ്ടാവും അവിടെയുള്ള KMCCയുടെ പ്രവർത്തകരൊക്കെ. അപ്പോൾ ആ കഞ്ഞി വാങ്ങാൻ നമ്മൾക്ക് എളുപ്പമാകും ഇങ്ങനെ ഒരു തൂക്കുപാത്രം കയ്യിലുണ്ടെങ്കിൽ. ഇനി ഈ സാധനങ്ങളിൽ ലഗേജിൽ നമ്മൾക്ക് ഏതൊക്കെ ഇടാൻ പറ്റും, അതുപോലെ തന്നെ ഏതൊക്കെ ഇടാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കത്തി, കത്രിക പോലെയുള്ള സാധനങ്ങൾ, അതായത് കത്തി, കത്രിക, ബ്ലേഡ്, ഷേവിങ് സെറ്റ്, നെയിൽ കട്ടർ, പ്ലാസ്റ്റിക്കിന്റെ കയറ്, ഇതൊക്കെ തന്നെ ലഗേജിൽ മാത്രമേ നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ.
അതുപോലെ തന്നെ നമ്മൾ പിന്നെ പവർ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പവർ ബാങ്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഹാൻഡ് ബാഗേജിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ എത്ര പിന്നെ ഇത് കൊണ്ടുപോകുന്നുണ്ട്, ഈ പിന്നെ ബാഗുകൾ കൊണ്ടുപോകുന്നുണ്ട്, അതിന് കണക്കാക്കിയിട്ട് ഈ രണ്ടാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 3 ബാഗുകളിലേക്ക് കണക്കാക്കിയിട്ട് വീതം വെച്ച് തൂക്കം കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ ലഗേജുകൾ തയ്യാറാക്കാൻ. അവിടെ ഞാൻ 60 ദിവസത്തേക്കുള്ള മരുന്ന് വേണമെന്ന് പറഞ്ഞു, സ്ഥിരമായി കഴിക്കുന്ന മരുന്നാണെങ്കിൽ. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ യാത്ര 45 ദിവസമാണ്. എന്തെങ്കിലും കാരണത്താൽ നമ്മൾക്ക് കുറച്ചും കൂടി ദിവസം അവിടെ നിൽക്കേണ്ട ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് 60 ദിവസത്തേക്ക് എന്ന് പറയുന്നത്. അപ്പം 60 ദിവസത്തേക്കുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് 3 ബാഗ് ഉണ്ടെങ്കിൽ 20 ദിവസത്തേക്ക് വീതമുള്ളതാക്കിയിട്ട് 3 ബാഗുകളിൽ വെക്കുക. ഇനി അതല്ല 2 ബാഗേ ഉള്ളൂ എങ്കിൽ 30 ദിവസത്തേക്കുള്ളതാക്കിയിട്ട് 2 ബാഗുകളിൽ വെക്കുക. അഥവാ ഒരു ബാഗ് എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാലും നമ്മൾക്ക് കൃത്യസമയത്ത് മരുന്ന് കഴിക്കാൻ നമ്മളുടെ കയ്യിലുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ചെയ്യാൻ പറഞ്ഞത്. ഇനി നിർബന്ധമായിട്ടും നമ്മൾ ഹാൻഡ് ബാഗേജിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് പുരുഷന്മാര്, അവർക്ക് ഒരു ജോഡി ഇഹ്റാമിന്റെ വസ്ത്രം. കാരണം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ജിദ്ദയിലേക്കാണ്. ആ ജിദ്ദയിലേക്ക് പോയിട്ട് ജിദ്ദയിലാണ് ഇറങ്ങുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ മക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇഹ്റാമിന്റെ വേഷം ഇവിടുന്ന് ധരിച്ചിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ലഗേജിൽ ഇഹ്റാമിന്റെ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിർബന്ധമായിട്ടും ഹാൻഡ് ബാഗേജിൽ ഒരു ജോഡി ഇഹ്റാമിന്റെ ഡ്രസ്സ് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് കാർഡ്, അത് നിങ്ങൾക്ക് പിന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ക്ലാസ്സുകളിൽ വെച്ചിട്ട് അവർ വിതരണം ചെയ്യും. ആ ഹാറ്റ് കാർഡും നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ പണം സൂക്ഷിക്കാനുള്ള ഒരു ബെൽറ്റ്, അത് പുരുഷന്മാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതും അവർ ഹാൻഡ് ബാഗേജിൽ സൂക്ഷിക്കുക. പിന്നെ 2 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളെ മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഹാൻഡ് ബാഗേജിൽ സൂക്ഷിക്കുകയാണ് നല്ലത്. മുസല്ല, അതുപോലെ തന്നെ മുസ്ഹഫ്, പ്രാർത്ഥനയുടെ പുസ്തകങ്ങൾ, ഹജ്ജിന്റെ പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗേജിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് പിന്നെ ഈ അച്ചാറ് പോലെയുള്ള സാധനങ്ങൾ, എണ്ണ പോലെയുള്ള സാധനങ്ങൾ നമ്മൾക്ക് അനുവദിച്ചിട്ടില്ല. ഇതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടായിട്ടല്ല, പക്ഷേ അത് എങ്ങാനും പൊട്ടിയിട്ട് നിങ്ങളെ ലഗേജും അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങളും കൂടെയുള്ള ആളുകളുടെ സാധനങ്ങളൊക്കെ അത് പിന്നെ എന്ത് ചെയ്യും, ചീത്തയായി പോകും എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നാളികേരം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നാളികേരം ചിരവിയിട്ട് അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കൊണ്ടുപോകാൻ പാടുള്ളൂ. പിന്നെ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകും, നമ്മൾക്ക് ഏത് സാധനങ്ങളും, നിരോധിക്കപ്പെടാത്ത ഏത് സാധനങ്ങളും കൊണ്ടുപോകാം. അവിടെ നിരോധിച്ച ഒരു സാധനമാണ് നമ്മൾക്ക് ഇവിടെ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം, കസ്കസ്. അതൊരിക്കലും നമ്മൾ പിന്നെ സൗദി അറേബ്യ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ പാടില്ല. അല്ലാതെ നമ്മൾക്ക് അരിയോ പഞ്ചസാരയോ ചായപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് കൊണ്ടുപോകുന്നതിന് പിന്നെ അനുവാദമുണ്ട് എന്നറിയിക്കുകയാണ്. പിന്നെ എണ്ണ നിർബന്ധമായിട്ടും തലയിൽ തേക്കാൻ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് നല്ലവണ്ണം ടൈറ്റാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അരിയിൽ അവിടെ നല്ലോണം ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അഥവാ ചിന്തിക്കഴിഞ്ഞാലും ആ അരിയിലേ ആവുകയുള്ളൂ. ആ രീതിയിൽ വേണമെങ്കിൽ അല്പമൊക്കെ നിങ്ങൾക്കത് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പിന്നെ അറിയിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമുക്ക് പിന്നെ നമ്മുടെ മരുന്നുകൾ അങ്ങനെയുള്ള സാധനങ്ങളല്ലാത്ത എല്ലാ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ തന്നെയും അവിടെ തന്നെ കിട്ടും, അവിടെ വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മൾ റിയാൽ കൊടുത്ത് വാങ്ങണം എന്നേ ഉള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. എല്ലാ സാധനങ്ങളും അവിടെ നമ്മൾക്ക് കിട്ടും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ സൗദി അറേബ്യയിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ നാണയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്, അവിടുത്തെ വിലയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. പിന്നെ
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഭക്ഷണ സാധനം കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് എളുപ്പത്തിൽ ഭക്ഷണത്തിൽ കൂട്ടാനുണ്ടാക്കാൻ അല്ലെങ്കിൽ പിന്നെ കഞ്ഞിയിലോ അല്ലെങ്കിൽ ചോറിലോ ഒക്കെ ഉപയോഗിക്കാൻ ചമ്മന്തിപ്പൊടി കൊണ്ടുപോകാം. അതുപോലെ തന്നെ നല്ല ഉണക്കസ്രാവ് നല്ലവണ്ണം കഴുകി നല്ലവണ്ണം വെയിലത്ത് ഉണക്കിയിട്ട് അല്പം ഒന്ന് പൊരിച്ചിട്ട് ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊക്കെ നല്ല പെട്ടെന്ന് ഭക്ഷണത്തിന് കൂട്ടാൻ പറ്റുന്നൊരു സാധനങ്ങളാണ്. ഞാനതൊരു ചെറിയ ഇത് പറഞ്ഞെന്നുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നിങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം, അതായത് ഹാജിയുടെ സാന്നിധ്യത്തിലായിരിക്കണം ലഗേജ് തയ്യാറാക്കേണ്ടത്. ഒരിക്കലും ഹാജി കാണാതെ ലഗേജ് തയ്യാറാക്കാൻ പാടില്ല. കാരണം ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ബാഗുകളിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ ഹാജിക്ക് അറിയണം. അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇത് തയ്യാറാക്കാൻ പാടുള്ളൂ. ഹജ്ജിന് പുറപ്പെടുന്ന തലേ ദിവസം ഒരിക്കലും ലഗേജ് തയ്യാറാക്കാൻ നിങ്ങൾ നിൽക്കരുത്. 2 ദിവസം മുമ്പ് തന്നെ ഇതൊക്കെ റെഡിയാക്കുക. കാരണം തലേ ദിവസം നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ദുആ വസിയത്ത് ചെയ്യാനും ഒക്കെ ആളുകൾ വരും. അപ്പോൾ ആ സമയത്ത് ഇതിന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ ഒഴിഞ്ഞിരുന്ന് നിങ്ങൾ ഈ ലഗേജുകളൊക്കെ തയ്യാറാക്കുക. മറ്റൊരു സുപ്രധാന കാര്യം, ഒരാളിൽ നിന്നും നിങ്ങൾ സമ്മാനപ്പൊതി സ്വീകരിക്കരുത്. അതായത് സമ്മാനപ്പൊതി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ മോൻ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ ആൾ അവിടെ ഉണ്ടാകും, എൻ്റെ സുഹൃത്ത് അവിടെ ഉണ്ടാകും, ജിദ്ദയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടാകും, അവന് ഈ പൊതി ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല വാക്കുപയോഗിച്ചുകൊണ്ട് അവരോട് പറയാം, ഞാൻ ഹജ്ജിന് പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ വേറെ ആരടുത്തെങ്കിലും കൊടുത്തയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അവരെ പറഞ്ഞേക്കാം. ഒരിക്കലും അത് നിങ്ങൾ വാങ്ങാൻ പാടില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ലഗേജുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി തുടർന്നുള്ള എപ്പിസോഡുകൾ കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.